ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സാധനം എന്താ കണ്ടിട്ട് മനസ്സിലായോ? ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ വലിയ മുന്തിരിയാണെന്ന് കരുതിയത്. പക്ഷേ വലിയ മുന്തിരിയൊന്നുമല്ല, ഞാവലാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു. സാധാരണ ചവർപ്പുണ്ടാവില്ലേ, നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല അടിച്ച് കയറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ കൊടുന്നതാണ്. അപ്പം ഇനി ബാക്കി നമുക്ക് അമ്മയ്ക്കും അച്ഛനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. മിക്കവാറും ഞാൻ തന്നെ അത് കഴിക്കും, ഉറപ്പാണ്. അപ്പോൾ നമുക്കത് ബാക്കി ഇനി എടുത്ത് വയ്ക്കാം. ഇനി അവർ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിച്ചോട്ടെ. അപ്പോൾ അതാ എൻ്റെ നാവ് കണ്ടോ, വയലറ്റ് കളറായിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചകത്തെ ഫുഡിന് എന്തൊക്കെയാണെന്ന് കണ്ടുവരാം. മീൻ പൊരിച്ചതുണ്ട്, തലക്കറി ഉണ്ട്, മുതിര ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന അരി കേട്ടോ, ഇലയാണ് ഉണക്ക്. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. വൈകുന്നേരമായപ്പോൾ കട്ട്ലേറ്റ് തിന്നാനൊരു പൂതി. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കൃതി ബേബി പോവുകയാണ്. ഇത് മെയിൻ റോഡായിട്ട്, അപ്പോൾ മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇവിടെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ തന്നെ അല്ലേ. അപ്പോൾ താത്തനോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണേ കൃതി ബേബി. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ മഴ ആയതുകൊണ്ട് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കട്ട്ലൈറ്റിന് വേണ്ട ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തു. ഇനി ഉള്ളി വാട്ടിയെടുക്കണം. ഉള്ളി മസാല ഒക്കെ ഇട്ട് വാട്ടിയെടുത്ത് ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ബ്രെഡ് മുറിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് അതേപോലെ ആക്കിയിട്ട് ഈ ഒരു ഉള്ളി വയറ്റിയേക്ക് ഞാൻ ഇട്ടത് എന്താണ്, ചിക്കൻ മസാലയുണ്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് പൊള്ളിയിരുന്നു ഇന്നലെ. അപ്പോൾ അതെല്ലാം ഇട്ട് മിക്സാക്കിയിട്ട് ഒന്ന് എന്താ പറയുക, നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനാക്കിയെടുക്കുക. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. പെട്ടാൽസോൺ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോരെ, മഴ വരുന്നുണ്ട്. പോകാനല്ലേ ഏട്ടാ. കൈ വെച്ച് ഓരോന്നും നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ രൂപത്തിൽ ആക്കിയെടുക്കുക. റൗണ്ടൊന്നും ആയിട്ടില്ല, എന്നാലും റൗണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് വേണമല്ലോ. അപ്പോൾ ഞാൻ റസ്ക് എടുത്ത് പൊടിച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയും അങ്ങനെ അതിലൊക്കെ മുട്ടയും മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എല്ലാം ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ എല്ലാം പൊരിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ചായ എടുത്ത് കുടിക്കണം. എത്ര ഉള്ളൂ. ഇതാ പോകുന്നു. ഇവളാണ് രാമഭദ്രനെ തല്ലിയവൾ. അമ്മ അനിയൻ്റെ റൂം ക്ലീൻ ചെയ്യണേ. ഓരോന്നോരോന്ന് പറയണുണ്ട് കേട്ടോ. തിരുമ്പാലമൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരികയാണ് റൂമിൽ നിന്ന്. അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തു. നല്ല മഴ പെയ്താണ് കയറി വന്നത്. അൺഎക്സ്പെക്റ്റഡായി വീഡിയോ കുടുങ്ങിയതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വിളക്കൊക്കെയാണായപ്പോൾ തുടയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ വൈകുന്നേരം ഇട്ട് തുടയ്ക്കൽ, കാരണം വിളക്ക് വെക്കാനുള്ളൊരു ടൈമിനാണ് വീട് പോയി. ഒക്കെ കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞ് മാനം തെളിഞ്ഞു. അടുത്തതിലുള്ള കോളാണ് തോന്നുന്നുണ്ട്, ഇരുടായി വരുന്നുണ്ട്. അടുത്ത മഴയ്ക്കുള്ള കോളാണ്. ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് കാണണം കേട്ടോ, എന്നാൽ മാത്രമേ ആ ഒരു ലിങ്കുകളൊക്കെ മനസ്സിലാവുള്ളൂ. പ്രതി ബേബി ഉറങ്ങുകയാണ്. അപ്പോൾ നല്ല രണ്ടാമതും കാറ്റ് വീടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനലൊക്കെ ഒന്ന് അടയ്ക്കുക, കാരണം സേഫ് ആക്കണമല്ലോ. കാറ്റും മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ജനലടച്ച്
രാവിലെ ആകുമ്പോഴത്തേനും ചാനലൊക്കെ തുറന്നു കേട്ടോ. വൈകുന്നേരം പിന്നെ ഇങ്ങനെ ഇടിമഴയൊക്കെ അല്ലെങ്കിൽ അടയ്ക്കൂല. രാത്രി ആയപ്പോൾ ഞാൻ ചോറ് കഴിച്ചില്ല. ബ്രെഡും മീൻ കറിയും പിന്നെ ഉച്ചക്കത്തെ മുതിര ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് ഞാൻ സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം.